സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 5. നന്ദേട്ടൻ്റെ തുവാലയുണ്ടായിട്ടും പിരിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങാനായില്ല. ആ മുഖമൊന്ന് കാണാൻ നെഞ്ചു പിടഞ്ഞ നിമിഷങ്ങൾ. ഒരമ്മ സ്വന്തം ചോരക്കുഞ്ഞിനെ കാണാൻ ഉഴലുന്നതുപോലെ. നന്ദേട്ടൻ വീട്ടിൽ ടെലിഫോൺ ഉണ്ടായിരുന്നു. എത്ര അകലെയായാലും കൈവശമുള്ള കുറേ നമ്പറുകളിൽ തിരഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ആ സ്വരം ലഭിക്കുമെന്ന പ്രത്യാശയുണ്ടായിരുന്നു. ടെലിഫോണില്ലാത്ത ഈ വീട് ഈ ഭൂമിയുടെ ഏതോ വളരെ അകന്ന കോണിലാണെന്ന് തോന്നിപ്പോകുന്നു. അമ്മ ഗൗരിയെ കളിയാക്കി. എന്താ കുട്ടിയുടെ ഒരു മട്ട്? സ്വന്തപ്പെട്ടവരിൽ നിന്നെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന ഇള്ള പൈതലിൻ്റെ കൂട്ട്. ആഹാരമില്ല, മിണ്ടാട്ടമില്ല, ഏതു നേരവും കണ്ണും തുളുമ്പിച്ച്. അന്യ വീട്ടിലൊന്നും അല്ല നീ, നിന്നെ പെറ്റ അമ്മയാ ഒപ്പം ഉള്ളത്. പെൺകുട്ടികൾ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത്ര വിഷമം വേണോ? 5-6 മാസം കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് തന്നെ മടങ്ങി പോവാലോ. പിന്നെന്താ? സീമന്തത്തിൻ്റെ ദിനം തീരുമാനിച്ച ഉടൻ ഗൗരി നന്ദേട്ടൻ എഴുതി. ഒപ്പം കല്യാണിക്കും ചെറിയമ്മയ്ക്കും പ്രത്യേകം കുറിപ്പുകളും. എല്ലാവരും വരണം, ഞാൻ കാത്തിരിക്കും. പക്ഷെ വന്നത് നന്ദഗോപൻ മാത്രം. അത് സീമന്തത്തിൻ്റെ അന്ന് രാവിലെ. നന്ദൻ അരികിലെത്തിയതും ഗൗരി ഏങ്ങിക്കരഞ്ഞു. എന്തേ ഗൗരി? ഇന്നലെ തന്നെ എല്ലാവരും വരുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ആരും ഇല്ലാത്തോളായില്ലേ? അവിടെ നിന്ന് ആരൊക്കെ വന്നുവെന്ന് എല്ലാവരും തിരക്കുമ്പോൾ കല്ല് ഇങ്ങോട്ട് വരേണ്ട പെണ്ണായതുകൊണ്ട് കല്യാണത്തിന് മുന്നേ അവിടെ കൊണ്ടുപോരുന്നത് ഭംഗിയല്ലെന്ന് ചെറിയമ്മ പറഞ്ഞു. അവളെ അവിടെ തനിച്ചാക്കിയ ചെറിയമ്മയ്ക്കും പോരാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ കാര്യം, യാത്രയിലായിരുന്നു ഞാൻ. പക്ഷേ എന്തൊക്കെ ബാധ്യതകളുണ്ടായാലും ഇന്നത്തെ ദിവസം ഈ അരികിലെത്താതെ എനിക്ക് സമാധാനവും ഉണ്ടാവില്ലായിരുന്നു. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഉള്ളവനാ മോളെ നന്ദൻ. അമ്മയും ഗൗരിയെ ആശ്വസിപ്പിച്ചു. അവൻ എപ്പോഴും നിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാ? അവനുണ്ടാവണ പേരും പെരുമയും എല്ലാം ഇനി നിനക്കും കൂടി ഉള്ളതല്ലേ? വീട്ടിലിരിക്കണ പെണ്ണുങ്ങളുടെ സന്മനസ്സും ക്ഷമയുമാ പുരുഷന്മാരുടെ പുറത്തുള്ള നേട്ടങ്ങൾക്ക് മുഴുവൻ അടിസ്ഥാനം. അറിയുമോ? ഗൗരി അതോടെ നിശബ്ദയായി. എങ്കിലും മടങ്ങാൻ നേരം നന്ദനോട് അപേക്ഷിച്ചു. എനിക്ക് എല്ലാറ്റിലും വരുന്നത് എൻ്റെ നന്ദേട്ടൻ്റെ സാമീപ്യമാ. ഭാര്യ എന്ന നിലയ്ക്ക് ഞാനൊരു പരാജയമാണെന്ന് നന്ദേട്ടൻ കരുതിയാലും വേണ്ടില്ല. ഗൗരിയെ ചേർത്ത് പിടിച്ച് നന്ദൻ ചിരിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് കുട്ടി. ഈ സ്നേഹമാ എൻ്റെ ഉത്തേജനം. സ്നേഹത്തിൻ്റെ പേരിൽ നീ കലഹിച്ചാലും എനിക്കതിൽ ദേഷ്യം ഉണ്ടാവില്ല. പോരെ? ഗൗരിക്ക് തൃപ്തിയായി. നോക്കിക്കോ, ഇനി വരും മുമ്പ് ഞാനൊരു സമ്മാനം ഇവിടെ എത്തിച്ചിരിക്കും എൻ്റെ ഗൗരിയുടെ സന്തോഷത്തിന്. ഈന്തപ്പഴമാണോ? എങ്കിലും വേണ്ട, ഗൗരി പറഞ്ഞു. ഇപ്പം എനിക്കതിൻ്റെ മണം അടിക്കാൻ വയ്യ. കഴിഞ്ഞ ആഴ്ച ചന്തു വാങ്ങിക്കൊണ്ട് വന്നു. കണ്ടപ്പോഴേ എനിക്ക് മനംമറിച്ചിൽ. അത് ഈ സമയത്തിൻ്റെയാ. നന്ദൻ ചിരിച്ചു. ഇഷ്ടാനിഷ്ടങ്ങൾ ദിവസേന മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എന്നെ കണ്ടാൽ പോലും മനമറിച്ചിലുണ്ടായി എന്ന് വരും. ഗൗരിക്ക് നാണം. പക്ഷെ എൻ്റെ സമ്മാനം അതൊന്നുമല്ല. അത് സസ്പെൻസ് ആയിക്കോട്ടെ. 3 ആഴ്ച തികഞ്ഞതേയുള്ളൂ. ഗൗരിയുടെ വീട്ടിൽ ഫോൺ എത്തി. ചന്തുവിനെ കൊണ്ട് നന്ദേട്ടൻ അപേക്ഷ സമർപ്പിച്ച കാര്യം പോലും അപ്പോഴാണ് ഗൗരി അറിഞ്ഞത്. ഫോൺ പിടിപ്പിച്ചതാണെങ്കിൽ ഗൗരിയുടെ കിടക്കറയിൽ. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ കിടന്ന കിടപ്പിൽ കിടന്നാണ് ഗൗരി റിസീവർ എടുത്തത്. നന്ദൻ്റെ ശബ്ദം കാതിൽ. എങ്ങനെയുണ്ട് എൻ്റെ സമ്മാനം? മനംമറിച്ചിൽ വരുന്നുണ്ടോ? ഞാൻ കൊതിച്ച സമ്മാനം. പറയാൻ മടിച്ചതാണെന്നേയുള്ളൂ. ഇത്ര വേഗം ഇത് സാധിക്കാൻ കറപ്ഷൻ വല്ലതും കിട്ടിയോ? ഇക്കാര്യത്തിന് കറപ്ഷനൊന്നും വേണ്ട. കാശ് മുടക്കിയാൽ മതി. കാശ് കൂടുതലുള്ളവന് നമ്മുടെ നാട്ടിൽ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുമെന്നും അതിന് സർക്കാർ യാതൊരു വിലക്കും വെച്ചിട്ടില്ലെന്നും അറിയാമല്ലോ. ഈ സമയത്ത് എൻ്റെ സാമീപ്യം എപ്പോഴും വേണ്ടതല്ലേ? ശബ്ദമായിട്ടെങ്കിലും ആ അരികിലുണ്ടാവുമെന്ന് കരുതി. ഗൗരിയിൽ പുളകം. അപ്പോൾ നന്ദേട്ടനും പെണ്ണിനെ സ്നേഹിക്കാൻ അറിയാം. ആഗ്രഹിക്കുമ്പോഴൊക്കെ മോളുടെ കാതിൽ നന്ദേട്ടൻ്റെ ശബ്ദം എട്ടൂട്ടോ. മുഴങ്ങുന്ന ചിരി. എന്നെ കിട്ടുന്ന കുറേ നമ്പറുകൾ തരാം, എഴുതി വെച്ചോളൂ. ടെലിഫോൺ ബില്ലിനെ കുറിച്ചൊന്നും ഭയക്കണ്ട. തോന്നുന്ന സമയത്തൊക്കെ വിളിച്ചോളൂ. അതൊക്കെ പ്രസവ ചെലവായി നമുക്ക് എഴുതി തള്ളാം. ഓ വികൃതി കുട്ടി. ഗൗരി റിസീവറിൻ്റെ മൗത്ത് പീസിൽ ചുംബിച്ചു. അതിങ്ങോട്ട് എത്തി കേട്ടോ നന്ദൻ. ഗൗരിയുടെ ദിനങ്ങൾ ആഹ്ലാദകരങ്ങളായി. ഡേറ്റിന് 1 ആഴ്ച മുമ്പേ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അന്ന് തന്നെ നന്ദനും അവിടെ എത്തി. അന്നത്തെ ദിവസമെങ്കിലും നന്ദേട്ടൻ ഇവിടെ ഉണ്ടാവണം, ഗൗരി അറിയിച്ചു. വല്ല സിസേറിയനോ മറ്റോ വേണ്ടി വന്നാൽ ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ വേണ്ടേ? മാത്രമല്ല എന്നെ അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നന്ദേട്ടൻ്റെ മുഖം എനിക്ക് കാണണം. ഗൗരിയുടെ കണ്ണ് വിടറി. മനുഷ്യാവസ്ഥയല്ലേ, എന്ത് സംഭവിക്കാമല്ലോ. നന്ദൻ അവളുടെ വായ പൊത്തി. ഒന്നും സംഭവിക്കുകയില്ല, നല്ലതല്ലാതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചുണ്ടിൽ നിന്ന് നന്ദൻ്റെ കൈത്തല എടുത്തു മാറ്റിക്കൊണ്ട് ഗൗരി തിരക്കി. ഞാൻ ഒപ്പമില്ലാത്ത സമയത്തൊക്കെ നന്ദേട്ടൻ എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ഞാൻ പറയാതെ തന്നെ നിനക്കത് അറിയില്ലേ ഗൗരി? ഇല്ല നന്ദേട്ടാ. ഇനി ഒരുപക്ഷെ അറിയാമെങ്കിൽ പോലും എൻ്റെ നന്ദേട്ടൻ പറഞ്ഞു കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. നീ ഒപ്പമില്ലാത്ത നിമിഷം എനിക്കില്ല ഗൗരി. എപ്പോഴും ഈ നെഞ്ചിനുള്ളിൽ. വാചകം പൂർത്തിയാക്കിയില്ല നന്ദൻ. ആ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നന്ദേട്ടൻ അത്
താങ്ങുമോ? നന്ദൻ വീണ്ടും ഗൗരിയുടെ വായ മൂടി. ഗൗരിയെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറെ നന്ദൻ സ്വകാര്യമായി കണ്ടു. ഷീ ഈസ് ഓൾ റൈറ്റ്, ഡോക്ടർ അറിയിച്ചു. യാതൊന്നും സംഭവിക്കാനില്ല. പിന്നെ കടിഞ്ഞൂൽ ഗർഭിണിമാരിൽ ഏറെ പേരും ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് ചോദിക്കാറുള്ളതാണ്. അടുത്ത തവണ നോക്കിക്കൊള്ളൂ, ഇത്തരം രംഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഗൗരിയുടെ ദിവസം. വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ ഞാനിവിടെ എത്താം എന്ന വാക്ക് കൊടുത്താണ് നന്ദൻ മടങ്ങിയത്. എന്നാൽ ബുധനാഴ്ച പാതിരാവ് കഴിഞ്ഞപ്പോഴേ ഗൗരിക്ക് പെയിൻ ആരംഭിച്ചു. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും മുമ്പ് എനിക്ക് എൻ്റെ നന്ദേടനെ കണ്ടേ പറ്റൂ എന്ന് അവൾ കരച്ചിലായി. നന്ദൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. വളരെ ശ്രമിച്ചാണ് ലൈൻ കിട്ടിയത്. ചെറിയമ്മയാണ് ഫോൺ എടുത്തത്. നന്ദൻ വൈകുന്നേരം ഇവിടെ നിന്നും പോന്നു. എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടത്രേ. നാളെ ഉച്ചയോടെ അങ്ങ് എത്തുമെന്നാണ് പറഞ്ഞത്. ചെറിയമ്മയുടെ മറുപടി. തുടർന്ന് പല നമ്പറുകളിൽ ശ്രമിച്ചു. നന്ദനെ കിട്ടിയില്ല. ഇനി കാക്കാൻ വയ്യ, ഡോക്ടർ അറിയിച്ചു. എൻ്റെ നന്ദേടനെ എനിക്ക് കാണണം. ചെറിയ കുട്ടികളെ പോലെ ഗൗരി ശാഠ്യം പിടിച്ച് കരയാൻ തുടങ്ങി. അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് ചന്ദ്രൻ മാഷിനോ വിലാസിനിയമ്മയ്ക്കോ ചന്തുവിനോ ആർക്കും ഇല്ലായിരുന്നു. അവരും കരയാൻ തുടങ്ങി. ഒടുവിൽ ബലമായാണ് ഗൗരിയെ ലേബർ റൂമിലേക്ക് മാറ്റിയത്. വ്യാഴാഴ്ച പുലർച്ചെ ഗൗരി ഒരു ഉണ്ണിക്ക് ജന്മം നൽകി. അമ്മയും മോനും സുഖമായിരിക്കുന്നു എന്ന് സിസ്റ്റർ വന്ന് അറിയിച്ചപ്പോഴാണ് ചന്തുവിനും അച്ഛനും അമ്മയ്ക്കും സമാധാനമായത്. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നന്ദഗോപനും എത്തി. നന്ദനെ കണ്ട് ഗൗരിയുടെ ചുണ്ടുകൾ വിതുമ്പി. നന്ദൻ ആ നെറ്റിയിൽ ചുണ്ടമർത്തി. കുറേ സമയത്തേക്ക് 2 പേർക്ക് ശബ്ദിക്കാനായില്ല. ഗൗരി ഉണ്ടാക്കിയ കരച്ചിലും ബഹളവും ഒക്കെ സിസ്റ്റർമാരിൽ നിന്നാണ് നന്ദൻ അറിഞ്ഞത്. ഗൗരി, നന്ദൻ്റെ മിഴികൾ നിറഞ്ഞു. അഗ്നിപരീക്ഷണങ്ങളിലൂടെ ആയിരുന്നല്ലോ നമ്മുടെ ദിനങ്ങൾ. നിനക്ക് തന്നത് വേദനകളും. എന്നിട്ട് നിനക്ക് എങ്ങനെ എന്നെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിഞ്ഞു മോളെ? നന്ദേട്ടൻ എന്നെ വേദനിപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ ഭംഗി പറയണില്ല. എന്നാലും നന്ദേട്ടൻ എനിക്ക് തന്ന സന്തോഷം അത് മതി എനിക്ക് ഈ ജന്മത്തേക്ക്. നാളെ നന്ദേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും എനിക്ക് ഓർത്തു വെക്കാൻ എന്തെല്ലാമുണ്ട്. നിന്നെ വേണ്ടെന്ന് വെക്കുക. നന്ദൻ്റെ കണ്ട വിടറി. അന്നെൻ്റെ മരണമാണ്, അത്രയുമേ എനിക്ക് പറയാൻ കഴിയൂ. ഗൗരി നന്ദൻ്റെ കരം ഗ്രഹിച്ച് സ്വന്തം നെഞ്ചോട് അമർത്തി പിടിച്ചു. അവളുടെ കവിളിലൂടെ ചാലുകൾ ഒഴുകി. ഗൗരി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകും വരെ നന്ദനൊപ്പം ഉണ്ടായിരുന്നു. ഗൗരിയുടെ വീട്ടിലെത്തിയിട്ട് നന്ദൻ ഒരു ദിവസം കൂടെ പാർത്തു. പോകാൻ മനസ്സില്ല ഗൗരി, പക്ഷെ പോകാതിരിക്കാനും വയ്യല്ലോ. പിരിയാൻ നേരം നന്ദൻ പറഞ്ഞു. മകനെ പിരിയാനല്ലേ പ്രയാസം? ഗൗരി കുസൃതിയിൽ നന്ദനെ നോക്കി. മകനെ മാത്രമല്ല, മകൻ്റെ കുരുട്ടുബുദ്ധിക്കാരിയായ അമ്മയെയും നന്ദൻ അറിയിച്ചു. മകൻ്റെ 28-ന് നന്ദൻ മാത്രമാണ് വന്നത്. കല്യാണിയും ചെറുമിയും അങ്ങ് ചെന്നിട്ട് മോനെ കണ്ടോളും. ഇങ്ങ് പോരാൻ കയറ് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ തടഞ്ഞു വെച്ചിരിക്കുക. കല്യാണത്തിന് മുമ്പേ അവളുടെ തനി സ്വഭാവമൊന്നും ഇവിടെ ആരും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഗൗരി അതിന് തർക്കമൊന്നും ഉന്നയിച്ചില്ല. മകന് ഗോവിന്ദ എന്നാണ് പേരിട്ടത്. പരിഷ്കാര പേരൊന്നും വേണ്ട എന്നേ ഉണ്ടായിരുന്നുള്ളൂ നന്ദന്. അപ്പോൾ ചന്തു സജസ്റ്റ് ചെയ്തതാണ് ഗോവിന്ദനെ. ഗൗരി അത് ഗോവിന്ദ എന്ന സ്റ്റൈൽ വരുത്തിയെന്നു മാത്രം. പേരിടും മുമ്പ് കല്യാണിയെയും ചെറിയമ്മയെയും ഫോണിൽ വിളിച്ച് അഭിപ്രായം തിരക്കി. ചെറിയമ്മയ്ക്ക് പേര് നന്നായി ഇഷ്ടപ്പെട്ടു. എന്ത് പേരിട്ടാലും ഞാൻ എൻ്റെ ചക്കരയെന്നേ വിളിക്കൂ എന്നായിരുന്നു കല്യാണിയുടെ മറുപടി. നന്ദൻ മടങ്ങാൻ നേരം വിലാസിനിയമ്മ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ചന്തുവിൻ്റെയും കല്യാണിയുടെയും കാര്യം ഇനി ഇങ്ങനെ നീട്ടണ്ട. നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണം നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ലെന്നാണ് പണ്ടുള്ളവർ പറയുക. എന്നാലും ഗൗരിക്കൊന്ന് എഴുന്നേറ്റ് ഓടി നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ. എല്ലാ കാര്യങ്ങളുടെയും ചുമതല മൂപ്പത്തിയുടെ തലയിലായിരിക്കുമല്ലോ, നന്ദൻ പറഞ്ഞു. അത് ശരിയാ, വിലാസിനിയമ്മ സമ്മതിച്ചു. ഒരു 6 മാസം ആയിക്കോട്ടെ എന്നായിരുന്നു ധാരണയെങ്കിലും നല്ല മുഹൂർത്തമൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും ഗോവിന്ദൻ്റെ ചോറൂണും കഴിഞ്ഞ് ആണ്ടപ്പിറന്നാൾ അടുത്തു. ആ സമയം കൊണ്ട് ചന്തുവിന് സ്വന്തം കല്യാണ ചെലവിനായി 4 കാശ് ശേഖരിക്കാനും കഴിഞ്ഞു. പെണ്ണിനുള്ള താലിയും പുടവയുമെങ്കിലും സ്വന്തം കാശ് കൊണ്ട് വാങ്ങണമെന്നായിരുന്നു അവൻ്റെ നിർബന്ധവും. കല്യാണവും ഗോവിന്ദൻ്റെ പിറന്നാളും അടുത്തടുത്ത് വന്നതിനാൽ പിറന്നാൾ ലളിതമായി തള്ളിവിടാൻ തീരുമാനിച്ചു. കല്യാണം അതിഗംഭീരമാക്കാനും. സ്വന്തം കല്യാണവും നന്ദൻ ആഘോഷിച്ചിരുന്നില്ല. കല്യാണിയുടേത് എല്ലാറ്റിനും പകരമായി കെങ്കേമമാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പുഴക്കരയിലെ വലിയ വീട് അണിഞ്ഞൊരുങ്ങി. വലിയ മുറ്റം കവിഞ്ഞ് തൊടിയിലേക്ക് പന്തൽ വളർന്നു. പൂമുഖത്തിന് മുന്നിൽ തിരുമുറ്റത്ത് ചേതോഹരമായ മുല്ലപ്പന്തൽ. ചന്തു വെഡ്സ് കല്യാണി എന്ന ലിഖിതം പന്തലിൽ എല്ലായിടത്തും തിളങ്ങി. ഒരു രാജകീയ വിവാഹം എന്ന് സകലരും പ്രശംസിച്ചു. നന്ദഗോപൻ പണം വാരിക്കോരി ചെലവാക്കിയിരുന്നു. ചന്തുവും കല്യാണിയും മെയ്ഡ് ഫോർ ഈച്ചതർ എന്ന് തോന്നിക്കുന്ന വരനും വധുവും. അസൂയ തോന്നുന്നു ഇല്ലേ? തിരക്കിനിടയിൽ നന്ദൻ ഗൗരിയുടെ കാതിൽ തിരക്കി. നമ്മൾ തമ്മിൽ ഇത്രയും ചേർച്ചയുണ്ടായിരുന്നില്ല. അതെ, ഗൗരിയുടെ കണ്ണിലെ സന്തോഷാശ്രുക്കൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള നാദസ്വര വിദ്വാനും സംഘവും മേളം തകർക്കെ. ചന്തു കല്യാണിയുടെ കഴുത്തിൽ താലി ചാർത്തി. നന്ദഗോപൻ അനുജത്തിയുടെ കൈ പിടിച്ച് ചന്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തുടർന്ന് പതിവ് ചടങ്ങുകൾ. ഒടുവിൽ ചന്തു നൽകിയ മന്ത്രകോടി അണിഞ്ഞു വന്ന് കല്യാണി ഏട്ടനെയും ഏട്ടത്തിയെയും നമസ്കരിച്ചു. നന്ദൻ കല്യാണിയെ ചേർത്ത് നിർത്തി ശിരസിൽ മുകർന്നു.
ദീർഘസുമംഗലീ ഭവ. അവൻ വിങ്ങിപ്പൊട്ടി. എൻ്റെ അമ്മൂന് എല്ലാ നല്ലതും ഭവിക്കട്ടെ. ഇനി മുതൽ നിന്റെ എല്ലാം ചന്തുവാണ്. ചെറിയമ്മയെ പിരിയാനായിരുന്ന കല്യാണിക്ക് ഏറ്റവും പ്രയാസം. ചെറിയമ്മ ഉച്ചത്തിൽ ഏങ്ങലടിച്ച് കരഞ്ഞു. കല്യാണി അവരിൽ നിന്ന് ആദ്യമായി പിരിയുകയായിരുന്നു. ചെറിയമ്മയ്ക്ക് കല്ലു ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. അവളുടെ എന്ത് സിദ്ധാന്തവും ചെറിയമ്മ സാധിച്ചു കൊടുക്കും. ചെറിയമ്മ ഇല്ലാതെ അവൾക്കൊന്നും വയ്യ എന്നതാണ് സത്യം. എന്നാലും അവളുടെ കല്യാണം ചെറിയമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ചെറിയമ്മയുടെ നിരന്തര പ്രാർത്ഥനയാണ് സഫലമായിരിക്കുന്നത്. കരച്ചിലിനിടയിൽ ചെറിയമ്മ ഒരേയൊരു ഉപദേശമേ നൽകിയുള്ളൂ. നന്ദനെ വിളിക്കും പോലെ ചന്തുവിനെ പേര് ചൊല്ലി വിളിക്കരുത് മോളെ. എനിക്ക് ചെറിയമ്മയെ കാണാതെ വയ്യ എന്നായിരുന്നു കല്യാണിയുടെ സങ്കടം. എൻ്റെ മോൾക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ചെറിയമ്മ അവിടെ ഓടിയെത്തൂട്ടോ. ചെറിയമ്മ അവളെ തുരുതുരെ ഉമ്മ വെച്ചു. കാറിൽ കാൽ വെച്ചതും കല്യാണി കരച്ചിലായിരുന്നു. ചന്തുവിന് അതിൽ നേരിയ നീരസം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും ഉണ്ടോ ഇങ്ങനെ പെൺകുട്ടികൾ? മകൻ്റെ മനസ്സ് മനസ്സിലാക്കി വിലാസിനിയമ്മ ആശ്വസിപ്പിച്ചു. ചെറിയ കുട്ടിയല്ലേ അവൾ. ജീവിതത്തിൽ ആദ്യമായിരിക്കും വീട് വിട്ട് പുറത്തു പോരുന്നത്. ചന്തുവിൻ്റെ വീട്ടിലെത്തി കുടിവയ്പ് ചടങ്ങ് കഴിഞ്ഞതും കല്യാണി നേരെ കിടക്കയിൽ കയറി കമിഴ്ന്ന് കിടന്നു. മന്ത്രികോടി പോലും മാറ്റാതെ പൂമുഖത്തെ ചെറിയൊരു ചായ സൽക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ചന്ദ്രൻ മാസ്റ്ററുടെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളായിരുന്നു അതിഥികൾ. ചന്തുവിൻ്റെ ചില സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു ഒപ്പം. കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരായിരുന്നു എല്ലാവരും. അവർക്കെല്ലാം വധുവിനെ കാണാനായിരുന്നു തിടുക്കം. ചന്തു പോയി കല്യാണിയെ വിളിച്ചുകൊണ്ട് വരൂ, ചന്ദ്രൻ മാഷ് മകനോട് പറഞ്ഞു. നമ്മളെ കാണാനല്ല, കല്യാണിയെ കാണാനാ ഇവരെല്ലാം വന്നിരിക്കുന്നത്. ചന്തു കിടക്കറയിലെത്തി. കല്യാണി ഉറങ്ങുകയല്ലെന്ന് അവന് അറിയാമായിരുന്നു. എന്നിട്ട് ഇവളെന്തേ ഇങ്ങനെ ഉറക്കം നടിച്ച് കിടക്കുന്നത്? യാത്രാക്ഷീണം കൊണ്ടാണോ? കല്ലു. ചന്തു മെല്ലെ അവളുടെ ചുമലിൽ തൊട്ടു. ഞെട്ടിയിട്ടെന്നോണം കല്യാണി മിഴികൾ തുറന്നു. കല്യാണി എഴുന്നേറ്റ് വരൂ, ചന്തു അറിയിച്ചു. കാണാനായി കുറേ ആളുകൾ പൂമുഖത്ത് കാത്തിരിക്കുന്നു. കല്യാണി പതിയെ എണീറ്റിരുന്നു. എന്തിനാ എന്നെ കാണുന്നത്? ചന്തുവിന് വല്ലായ്മ തോന്നി. എന്താ ഈ കുട്ടി ഇങ്ങനെ? ഇത്തരം ചടങ്ങുകളെക്കുറിച്ചൊന്നും ഇവൾക്ക് അറിയില്ലെന്നുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് നാട്ടുകാർക്കെല്ലാം ഇയാളെ പരിചയപ്പെടണ്ടേ? എന്നെ ചന്തുവേട്ടൻ മാത്രം പരിചയപ്പെട്ടാൽ മതി. ചെറിയ കുട്ടികളുടെ തരം വർത്തമാനം, അമ്പരപ്പും തമാശയും ഒപ്പം ചെറിയൊരു കോരിത്തെരിപ്പും ചന്തുവിൽ. ചന്തുവേട്ടൻ എന്നാണ് ഇവൾ വിളിച്ചിരിക്കുന്നത്. എന്നാലും പെരുമാറ്റവും വർത്തമാനവും വെറും ഗുഹാജീവികളെപ്പോലെ. അസുഖമുണ്ടെന്ന് വെച്ച് പെൺകുട്ടികൾ ഇങ്ങനെയാവണമെന്നുണ്ടോ? ആളുകളെ വെറുതെ ഒന്ന് പരിചയപ്പെട്ടതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. നമ്മുടെ വീട്ടിൽ വരുന്നവരോട് നമ്മൾ മര്യാദ കാണിക്കണ്ടേ? ചന്തു അവളെ നോക്കി. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാ ചന്തുവേട്ടാ. അവളുടെ മുഖം ദീനമായി. ചന്തുവിന് വിമ്മിട്ടം. എന്താ ഇപ്പം ചെയ്യുക? ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു. കല്യാണിക്ക് തലവേദനയാണെന്ന് പറയാം. അവൻ പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ എത്തിയ ശേഷം തിരിഞ്ഞു നിന്ന് അറിയിച്ചു. ഈ വേഷമൊക്കെ മാറ്റിയിട്ട് കിടന്നോളൂ. വാർഡ്രോബിനുള്ളിൽ കല്ലുവിനായി ചിലതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കല്യാണിക്ക് തലവേദനയാണെന്ന് അറിഞ്ഞതും വിലാസിനിയമ്മയ്ക്ക് പരിഭ്രമം. യാത്ര ചെയ്തിട്ടാ, കുറച്ചേറെ കരഞ്ഞിട്ടുണ്ട്. ചന്തുവിൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ടാവില്ലേ ഒരെണ്ണം കൊടുക്കാൻ? അല്ലെങ്കിൽ ആരെയെങ്കിലും അയച്ച് വാങ്ങിപ്പിക്കൂ. ടാബ്ലറ്റ് കൊടുക്കണ്ട, ചന്ദ്രമാഷ് പറഞ്ഞു. നെറ്റിയിൽ അല്പം ചന്ദനം പുരട്ടി കൊടുക്ക്. എന്നിട്ട് അല്പം ഉറങ്ങട്ടെ. പരിചയപ്പെടലൊക്കെ പിന്നീടാവാം. അതിഥികളും ആ അഭിപ്രായത്തോട് യോജിച്ചു. എങ്കിൽ ഞാൻ ചെന്ന് ചന്ദനം പുരട്ടി കൊടുക്കാം. വിലാസിനിയമ്മ അകത്തേക്ക് പോയി. ചന്ദനം അരച്ച് വെള്ളിപ്പാത്രത്തിൽ എടുത്തുകൊണ്ട് അവർ ചന്തുവിൻ്റെ കിടക്കറയിൽ എത്തിയപ്പോൾ കല്യാണി നിലക്കണ്ണാടിക്ക് മുന്നിലാണ്. മന്ത്രകോടിയും പൂക്കളും ആഭരണങ്ങളും ഒക്കെ അഴിച്ചു മാറ്റി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കസവ് പാവാടയും ധാവണിയും ചുറ്റി നിൽക്കുകയാണവൾ. അയ്യോ! വിലാസിനിയമ്മ മൂക്കിൽ വിരൽ ചേർത്തു. പിന്നെ വാത്സല്യപൂർവ്വം അറിയിച്ചു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ പാവാടയും ധാവണിയും അണിയാൻ പാടില്ല. മോൾക്കായി ചന്തു സാരിയും നൈറ്റിയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ. വാർഡ്രോബ് തുറന്ന് കാണിച്ചു അമ്മ. എല്ലാം ഈ മോൾക്കുള്ളതാ. ചന്തുവിന് ഇഷ്ടം നേരിയതൊക്കെ ചുറ്റി നടക്കുന്നതാ. അതിനൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികളെ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണി മുഖം കുനിച്ച് നിൽക്കുകയാണ്. ആട്ടെ, തലവേദന കുറവുണ്ടോ? വിലാസിനിയമ്മ അവളുടെ അരികിലെത്തി താടി പിടിച്ചുയർത്തി. ഞാൻ ഈ ചന്ദനം പുരട്ടിത്തരാം. കല്യാണിയിൽ പകപ്പ്. അതിന് എനിക്ക് തലവേദനയില്ലല്ലോ. പിന്നെന്തേ മോൾ പൂമുഖത്തേക്ക് വരാതിരുന്നത്? നാണായിട്ടാണോ? കല്യാണി വീണ്ടും മുഖം കുനിച്ചു. നാണിക്കാനൊന്നുമില്ലാട്ടോ. വിലാസിനിയമ്മ അരുമയോടെ അവളുടെ കവിളിൽ തട്ടി. എല്ലാം നമ്മുടെ ആളുകളാ, നാളെയും നമുക്ക് വേണ്ടവർ. മോളെ കണ്ടാൽ അവർക്കൊക്കെ എന്തിഷ്ടമാവുമെന്നോ. ഈ ദേശത്ത് വന്നിട്ടില്ല നിൻ്റെ അത്രയൊരു സുന്ദരി. അമ്മ നിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ആ സ്നേഹത്തിൽ കല്യാണി വഴങ്ങി. തലോടി കൊടുത്താൽ പൂച്ചക്കുട്ടിയെപ്പോലെ അവൾ വഴങ്ങുമെന്ന് വിലാസിനിയമ്മയ്ക്ക് ഉറപ്പായി. അവർ അവളെ പുതിയൊരു സാരി ഉടുപ്പിച്ചു.
മുടി കോതി പിന്നി പൂക്കൾ ചൂടിച്ചു. അത്യാവശ്യ ആഭരണങ്ങളും അണിയിച്ചു. ഒന്നുമൊന്നും അറിയാത്ത ഒരു സാധു കുട്ടിയാണ് കല്യാണിയെന്ന് അവർക്ക് തോന്നി. ഇത്രയും സാധു ആകേണ്ടിയിരുന്നില്ല ചന്തുവിൻ്റെ പെൺകുട്ടി. പെട്ടെന്ന് ദേഷ്യം വരുന്ന തരമാണ് ചന്തു. ഈ കുട്ടിക്ക് അവൻ്റെ തഞ്ചം നോക്കാൻ കഴിയുമോ ആവോ? എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അവർ മനസ്സിൽ കരുതി. കല്യാണിയെയും കൂട്ടി വിലാസിനിയമ്മ പൂമുഖത്ത് വന്നപ്പോൾ ചന്തുവിനടക്കം എല്ലാവർക്കും വിസ്മയം. ചന്ദ്രൻ മാഷ്ടെ സഹപ്രവർത്തകയായിരുന്ന സരസ്വതി ടീച്ചർ ഓടി വന്ന് കല്യാണിയുടെ കൈ കവർന്നു. തലവേദന മാറിയോ മോളെ? അതോ അമ്മ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണോ? കല്യാണി നാണത്താൽ പുഞ്ചിരിച്ചു. സരസ്വതി ടീച്ചർ ചന്തുവിനെ നോക്കി. അഭിനന്ദനം ചന്തു, ഈ നാട്ടിൽ വന്നിട്ടുള്ള പെൺകുട്ടികളിൽ വെച്ച് ഏറ്റവും സുന്ദരി നിൻ്റേതാ. അഭിമാനം ചന്ദ്രൻ മാസ്റ്ററുടെ മുഖത്തായിരുന്നു. കല്യാണിക്ക് അക്ഷരശ്ലോകത്തിലൊക്കെ താല്പര്യമുണ്ടോ? ഷാരടി മാഷ് ചോദിച്ചു. ഇല്ല, കല്യാണി വിനയപൂർവ്വം പറഞ്ഞു. എങ്കിൽ പഠിക്കണം, ഷാരടി മാഷ് അറിയിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഇവിടെയാ കൂടുക. അക്ഷരശ്ലോകം ചൊല്ലാൻ. വിലാസിനിയും മോശമൊന്നുമല്ല, മാഷിൻ്റെ ഒപ്പം നിൽക്കും. ചന്തു ഇടയ്ക്കിടെ കൂടാറുണ്ട്. എങ്കിലും ഗൗരിയായിരുന്നു കൂട്ടത്തിൽ കേമി. ഇപ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഗൗരിക്ക് പകരമായി ഞങ്ങൾ കണ്ടിരിക്കുന്നത് കുട്ടിയെയാ. മാഷ് ഉറക്കെ ചിരിച്ചു. മറ്റുള്ളവരും ഒപ്പം കൂടി. ആകാശവാണിയിൽ ഇടയ്ക്കിടെ ഞങ്ങളുടെ പരിപാടി ഉണ്ടാവാറുണ്ട്. കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ രഘുനാഥൻ മാഷ് പറഞ്ഞു. ക്രമേണ ദൂരദർശനിലും കടക്കണം ഇല്ലേ ചന്തൂട്ട? ചന്തു പുഞ്ചിരിയോടെ തലകുലുക്കി. ഇനി കുട്ടി പോയി കിടന്നോളൂ, സരസ്വതി ടീച്ചർ കല്യാണിയോട് പറഞ്ഞു. തലവേദനിച്ച് കിടന്ന ആളല്ലേ, ലേശം വിശ്രമിച്ചോളൂ. എന്നിട്ടൊരു കുളിയൊക്കെ കഴിയുമ്പോൾ ഫ്രഷ് ആകാം. അനുവാദം കിട്ടാൻ കാത്തു നിന്നിരുന്ന കല്യാണി തിരിഞ്ഞകത്തേക്ക് നടന്നു. അപരിചിതരെ കാണുമ്പോൾ കല്യാണിക്ക് വീർപ്പുമുട്ടലാണ്. നന്ദൻ IAS ഓഫീസറാണെങ്കിലും വീട്ടിൽ അതിഥികൾ വരിക അപൂർവം. ആരെങ്കിലും വന്നാലും ഔട്ട് ഹൗസിൽ വെച്ചാണ് നന്ദൻ സ്വീകരിക്കുക. ഭക്ഷണം വേണമെങ്കിൽ മായൻകുട്ടിയുടെ കയ്യിൽ ചെറിയമ്മ കൊടുത്തയക്കും. വീട്ടിലെ പരിചാരകർ ഒഴികെ ആരുമായും ഇടപഴകേണ്ട സന്ദർഭം കല്യാണിക്കുണ്ടായിട്ടില്ല. ചന്തുവേട്ടൻ്റെ വീട്ടിൽ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരിക്കൽ അക്ഷരശ്ലോക സദസ്സ്. അച്ഛൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടുമൊക്കെ. ചന്തുവേട്ടനും അമ്മയ്ക്കും എത്ര അടുപ്പമാണ്, ഒരേ കുടുംബാംഗങ്ങളെ പോലെ. എന്നാലും കല്യാണിക്ക് ഇഷ്ടം സ്വന്തം വീട്ടിലെ അന്തരീക്ഷമായിരുന്നു. അവിടെ താനും ചെറിയമ്മയും നന്ദനും മാത്രം. ആലോചനയിൽ കല്യാണി ഉറങ്ങിപ്പോയി. ചന്തുവാണ് അവളെ തട്ടി ഉണർത്തിയത്. ഞാൻ വിചാരിച്ചു കല്യാണി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി എന്നെ കാത്തിരിക്കാവുന്ന. ഞാൻ വൈകുന്നേരം കുളിക്കാറില്ല, കല്യാണി പറഞ്ഞു. മുടി ഉണങ്ങിക്കിട്ടാൻ പാടാണ്. ഈറൻ മുടിയോടെ കിടന്നുറങ്ങിയാൽ മുടിയിൽ കായ് വരുമെന്ന ചെറിയമ്മ പറഞ്ഞേക്കണേ. അതൊക്കെ കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വൈകുന്നേരം കുളിച്ച് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി ഭർത്താവിനെ കാത്തിരിക്കണമെന്നാ. കുളി കഴിഞ്ഞ് വരുന്ന പെണ്ണിനൊരു വാസനയുണ്ട്, സന്ധ്യയ്ക്ക് വിരിയണ പൂവിൻ്റേതുപോലെ. കല്യാണി മുഖമുയർത്തി ചന്തുവിനെ നോക്കി. അവളുടെ മുഖം നിറയെ നാണം. എങ്കിൽ ഞാൻ കുളിക്കട്ടെ? ചന്തു തലയാട്ടി. അവൾ കുളിച്ചു വന്നതും ചന്തു വിളിച്ചു. ഇങ്ങടുത്തു ആ വാസനയുണ്ടോയെന്ന് നോക്കട്ടെ. കല്യാണി പതുങ്ങി പതുങ്ങി അവൻ്റെ അരികിലെത്തി. ഒരു നിമിഷം. ചന്തു അവളെ വട്ടം കെട്ടിപ്പിടിച്ചു. ശ്വാസം മുട്ടുന്ന വിധ ഇറുങ്ങി. തൻ്റെ കൈക്കുള്ളിൽ കിടന്ന് തുള്ളിക്കുന്ന ഈ പെൺകുട്ടി ഒരു അനാക്രാത പുഷ്പമാണെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അത്രയും അഭിമാനവും. നിനക്കെന്നെ ഇഷ്ടമായോ കല്ലു? എന്തോരം? മണ്ണിത്തൊള്ളായിരം. ചന്തു ഉറക്കെ ചിരിച്ചുപോയി. കാക്കത്തൊള്ളായിരമാണോ മണ്ണിത്തൊള്ളായിരമാണോ അധികം? അവൻ ചോദിച്ചു. അത് പിന്നെ മണ്ണിത്തൊള്ളായിരം അല്ലേ? കല്യാണിക്ക് നാണം. നിന്നെ ഞാൻ കഴുതേന്നേ വിളിക്കൂ. ഇഷ്ടമാണോ? ചന്തുവേട്ടൻ എന്ത് വിളിച്ചാലും എനിക്കിഷ്ടമാണ്. ആഹാ, അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. അപ്പോൾ നീ ആളത്ര കഴുതിയൊന്നും അല്ല അല്ലേ? ചന്തുവേട്ടൻ എന്നെ കഴുതിയെന്ന് വിളിച്ചാൽ ചന്തുവേട്ടനെ ഞാൻ കുരങ്ങെന്ന് വിളിക്കും. ഊവോ? ചന്തു അവളെ ഉറ്റുനോക്കി. അവൻ പൊട്ടിച്ചിരിച്ചുപോയി. അവൻ അവളെ വാരി പുണർന്നു. അത്താഴമേശ. അച്ഛനും അമ്മയും മകനും മരുമകളും ഒരുമിച്ചാണ് ഇരുന്നത്. വിഭവങ്ങളെല്ലാം തീന്മേശയ്ക്ക് മധ്യേ വെച്ചിരുന്നു. വിലാസിനിയമ്മ ഓരോന്നായി എല്ലാവർക്കും വിളമ്പി. കല്ലുവിന് കഞ്ഞി വേണമെന്നുണ്ടോ? അമ്മ തിരക്കി. ഏയ്, ചന്തു പറഞ്ഞു. പഴയ ശീലങ്ങളൊക്കെ അവൾ വിട പറഞ്ഞു കഴിഞ്ഞു. കഞ്ഞി അത്ര മോശ ശീലമൊന്നും അല്ല. ചന്ദ്രമാഷ് കല്യാണിയുടെ പക്ഷം ചേർന്നു. അതൊക്കെ കല്ലുവിൻ്റെ ഇഷ്ടം, വിലാസിനിയമ്മ പറഞ്ഞു. ഇന്ന് ആദിരാത്രിയല്ലേ അമ്മ, അതുകൊണ്ട് എൻ്റെ മക്കൾക്കൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിലാസിനിയമ്മ എല്ലാ ഇലകളിലും നെയ്യ് വിളമ്പി. ചോറിലേക്ക് പപ്പടം ഉടച്ച് ഉരുട്ടി ഉണ്ണണം, കല്യാണിയോട് അമ്മ നിർദ്ദേശിച്ചു. ആദ്യ ഉരുള അകത്തായി ഒരു നൊടി കഴിഞ്ഞില്ല. ഉച്ചത്തിൽ ഓക്കാനിച്ചുകൊണ്ട് കല്യാണി കഴിച്ചത് അതേപടി തീന്മേശയിലേക്ക് തുപ്പി. മറ്റുള്ള ഇലകളിലേക്കും അത് തെറിച്ചു വീണു. എന്തുപറ്റി കല്യാണി? ചന്തു അമ്പരപ്പിൽ അവളെ നോക്കി. നെയ്യ് അവൾ വീണ്ടും മേശയിലേക്ക് തുപ്പി.
നെയ്യ് എനിക്കിഷ്ടമല്ല. നെയ്യ് തിന്നാൽ ഞാൻ ഛർദ്ദിക്കും. എങ്കിൽ കുട്ടിക്ക് അത് പറയാമായിരുന്നില്ലേ? തെല്ലി ശുണ്ടിയിലാണ് ചന്ദ്രമാഷ് ചോദിച്ചത്. അതിന് ഞാൻ അറിഞ്ഞോ ഈ കള്ള നെയ്യ് വിളമ്പിയത്? കല്യാണി ഈർഷ്യയെ വിലാസിനിയമ്മയെ നോക്കി. മാഷും വിലാസിനിയമ്മയും വല്ലാതെയായി. ചന്തു അവളെ തുറച്ചു നോക്കി. കല്ലു എന്തേ വിളിച്ചത് എൻ്റെ അമ്മയെ? തള്ളേന്നോ? അറിയാതെ പറഞ്ഞു പോയതാണ് കല്യാണി. എന്നാൽ ചന്തുവിൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്ക് പേടിയായി. ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കണ്ണുകളിൽ ഇരുട്ട് തിളങ്ങുന്നു. വയ്യ. വിറച്ച് വിറച്ച് കല്യാണി ഒരു വശത്തേക്ക് ചാഞ്ഞു. അവൾ താഴേക്ക് വീഴും മുമ്പേ വിലാസിനിയമ്മ താങ്ങി. പുറകെ ചന്തുവും. ചന്തുവിൻ്റെ കൈക്കുള്ളിലും അവളുടെ ദേഹം കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ ഇത് എൻ്റെ ഈശ്വര! വിലാസിനിയമ്മ വിങ്ങിപ്പൊട്ടി. ചന്ദ്രമാഷിന് ഒന്നും മനസ്സിലായില്ല. ചന്തു അവളെ താങ്ങിയെടുത്ത് കിടക്കിയിൽ കൊണ്ട് കിടത്തി. അപ്പോഴേക്കും കല്യാണിയുടെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങിയിരുന്നു. ചന്തുവിന് ഓപ്പോളുടെ വാക്കുകൾ ഓർമ്മ വന്നു. ഇത്ര നിസാര കാര്യത്തിന് അവൾക്ക് അറ്റാക്ക് ഉണ്ടായതിൽ മാത്രമായിരുന്നു അവൻ്റെ ശങ്ക. കഴിയുന്നതും കല്യാണിക്ക് സങ്കടമോ ക്ഷോഭമോ ഉണ്ടാകാതെ നോക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അവൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ നിർബന്ധിക്കില്ലെന്നും. അതുകൊണ്ടാണ് ചായ സൽക്കാരത്തിൻ്റെ സമയത്ത് അതിഥികളെ പരിചയപ്പെടാൻ അവൾക്ക് താല്പര്യമില്ലെന്നറിഞ്ഞപ്പോൾ തലവേദനയാണെന്ന് നുണ പറഞ്ഞ് ഒഴിവാക്കിയത്. ചന്തു, വേഗം ഡോക്ടറെ ആരെങ്കിലും വിളിക്കുക, ചന്ദ്രമാഷ മകനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ സമയം കൊണ്ട് വിലാസിനിയമ്മ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്ന രഘുനാഥൻ മാഷെ വിളിച്ചു വരുത്തിയിരുന്നു. അവിടുത്തെ രീതി അതായിരുന്നു. ഒരു സ്കൂളും പരിസരത്തായി താമസിക്കുന്ന കുറേ മാഷന്മാരും. ഒരു വീട്ടിൽ ആരെങ്കിലും ഉറക്കെ തുമ്മിയാൽ മതി. എന്ത് പറ്റി മാഷേ എന്നോ എന്തേ ടീച്ചറെ എന്നോ ചുറ്റുനിന്നും അന്വേഷണം ഉണ്ടാവും. നിസാര പ്രശ്നമോ അസുഖമോ അപകടമോ ഉണ്ടായാലും എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ഓടിയെത്തും. സഹായിക്കാനും സാന്ത്വനിപ്പിക്കാനും മത്സരമായിരിക്കും. ഏറെക്കുറെ സമാധാനപ്രിയരും സന്മാർഗികളുമാണ് എല്ലാവരും. അതുകൊണ്ട് വഴക്കുകളോ പിണക്കങ്ങളോ അത്യപൂർവം. പരസ്പരം ഒളിക്കുന്ന ശീലവും ആർക്കുമില്ല. വന്ന് കല്യാണിയെ കണ്ട ഉടൻ രഘുനാഥൻ മാഷ് ചന്തുവിനോട് തിരക്കി, ഇത് ആദ്യത്തെ അറ്റാക്കാണോ? ചന്തുവിൻ്റെ മുഖത്ത് നിസ്സഹായത. കല്യാണം കഴിഞ്ഞ് വധു ഇങ്ങു വന്ന് കയറിയതേയുള്ളൂ. ആദ്യ രാവ് തുടങ്ങുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഇങ്ങനെയൊരു അസുഖമുണ്ടെന്ന് ഓപ്പോൾ പറഞ്ഞറിയാം. അത്രമാത്രം. അതിൻ്റെ ചരിത്രമൊന്നും പരിശോധിച്ചിട്ടേയില്ല. ഇത്ര പെട്ടെന്ന് ഈ ദുര്യോഗത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും വിചാരിച്ചില്ല. അവനെങ്ങനെ അറിയും? ചന്ദ്രൻ മാഷ് രഘുനാഥൻ മാഷിനോട് ആരാഞ്ഞു. അവരൊന്നിച്ചുള്ള ആദ്യ ദിവസമല്ലേ ഇന്ന്. അപ്പോൾ ഈ അസുഖത്തെക്കുറിച്ച് ഇവിടെ ആർക്കും മുൻകൂട്ടി അറിയില്ലേ? ഗൗരിയുടെ സിസ്റ്ററിലോ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. രഘുനാഥൻ മാഷിൻ്റെ കണ്ണുകൾ ചന്ദ്രൻ മാഷിൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും മുഖങ്ങളിലൂടെ സഞ്ചരിച്ചു. മൂവരും ശബ്ദിച്ചില്ല. അതോടെ രഘുനാഥൻ മാഷ് കല്യാണിയുടെ നേർക്ക് തിരിഞ്ഞു. കുട്ടി, കല്യാണി, മാഷ് പതിയെ വിളിച്ചു. കല്യാണിയിൽ പ്രതികരണമൊന്നുമില്ല. കിതപ്പ് താണിരുന്നു. വായിൽ നിന്നുള്ള നുരയും പതയും നിലച്ചിരുന്നു. ചന്തു, നീ നോക്കി നിൽക്കാതെ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവാ. ചന്ദ്രൻ മാഷ് വീണ്ടും മകനോട് ആജ്ഞാപിച്ചു. ബൈക്ക് എടുത്തു പോ, ഒട്ടും സമയം കളയണ്ട. അപ്പോൾ രഘുനാഥൻ മാഷ് ചന്തുവിൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. തൽക്കാലത്തേക്ക് ഇതിന് ഡോക്ടർ ഒന്നും വേണ്ട. ഇരുമ്പിൻ്റെ വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവാ. എൻ്റെ അനുജത്തിയുടെ ഭർത്താവിന് വരുമായിരുന്നു ഇത്. അപസ്മാരത്തിൻ്റെയാ എന്ന് വെച്ച് ചികിത്സയൊന്നും വേണ്ടെന്നല്ല. ഡോക്ടറെ കാണിച്ചിട്ട് കാര്യമില്ല. വല്ല ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തും കൊണ്ടുപോകണം. ഇത് മതിയോ? ഒരു താക്കോലുമായി വിലാസിനിയമ്മ ഓടിയെത്തി. ധാരാളം. രഘുനാഥൻ മാഷ് കല്യാണിയുടെ വലതു കൈത്തലം വിടർത്തി അതിൽ താക്കോൽ പിടിപ്പിച്ചു. അപ്പോഴേക്കും മുറിക്കുള്ളിൽ ആളുകൾ നിറഞ്ഞിരുന്നു. ഷാരടി മാഷ്, സരസ്വതി ടീച്ചർ, പത്മാവതി ടീച്ചർ, പിന്നെ അധ്യാപകരല്ലാത്ത ചില അയൽക്കാർ. കുട്ടിക്ക് അസുഖമുള്ള കാര്യം മുമ്പേ അറിഞ്ഞിരുന്നില്ലേ? പത്മാവതി ടീച്ചർ വിലാസിനിയമ്മയുടെ കാതിൽ ചോദിച്ചു. വിലാസിനിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അവർ യാതൊന്നും ശബ്ദിച്ചില്ല. ചതിയായി പോയിട്ടോ? സരസ്വതി ടീച്ചർ മൂക്കിൽ വിരൽ ചേർത്തു. സാരമില്ല, ഷാരടി മാഷ് അറിയിച്ചു. രോഗം ആർക്കും വരാം. അതാരുടെയും കുറ്റമല്ല. രോഗിയായി പോയിന്ന് വെച്ച് അവർക്കും ജീവിതവും സ്നേഹവും നിഷേധിക്കപ്പെടുന്നതാ പാപം. ഷാരടി മാഷ് സാന്ത്വനിപ്പിക്കും വിധം ചന്ദ്രൻ മാഷിൻ്റെ ചുമലിൽ തട്ടി. അപ്പോഴാണ് ചന്തു എവിടെയെന്ന് എല്ലാവരും തിരിഞ്ഞത്. പോർച്ചിൽ അവൻ്റെ ബൈക്കും കാണാനില്ല. ഡോക്ടറെ വിളിക്കാൻ പോയതാവും, രഘുനാഥൻ മാഷ് പറഞ്ഞു. നമ്മൾ പറഞ്ഞാലൊന്നും അയാൾക്ക് സമാധാനമാവില്ലല്ലോ. അപ്പോഴേക്കും കല്യാണി ഒന്ന് മിഴി തുറന്നു. പെട്ടെന്ന് തന്നെ മിഴി പൂട്ടുകയും ചെയ്തു. മോളെ, വിലാസിനിയമ്മ അരികിലെത്തി. നിശ്വാസം പോലെ നേരിയൊരു മൂളൽ അവളിൽ നിന്നുണ്ടായോ എന്ന് സംശയം. ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യണ്ട, പത്മാവതി ടീച്ചർ ഉപദേശിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടറുമായി ചന്തു എത്തി. കല്യാണിയെ പരിശോധിച്ച ശേഷം ഡോക്ടറും സമാധാനിപ്പിച്ചു. ഷീ ഈസ് ഓൾ റൈറ്റ്, സാവധാനം എഴുന്നേറ്റോളും. രോഗത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ച ശേഷം എന്തെങ്കിലും വിദഗ്ധനെ കാണിച്ചാൽ മതി. ഡോക്ടർ മടങ്ങിയ പുറകെ അയൽക്കാരി യാത്ര പറഞ്ഞു. തങ്ങൾ മാത്രമായതോടെ ചന്ദ്രൻ മാഷ് മകനോട് തിരക്കി.
നന്ദഗോപനെ വിവരം അറിയിക്കണ്ടേ? സാവധാനം മതി. പെട്ടെന്നാവുമ്പോൾ നന്ദേട്ടൻ പരിഭ്രമിച്ചാലോ? പരിഭ്രമിക്കുന്നത് എന്തിന്? മാസ്റ്ററുടെ മുഖം മുറുകി. അവനറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ചന്തു പൊടുന്നനെ പുറത്തേക്ക് പോയി. തെല്ല് കഴിഞ്ഞ് ചന്ദ്രമാഷും പുറത്തു കിടന്നു. പൂമുഖത്തെ ജനലിനരികിൽ പുറത്തേ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ചന്തു. മുറിയിലും വെളിച്ചമില്ല. അച്ഛൻ മെല്ലെ മകൻ്റെ പിന്നിലെത്തി. പാദപതന ശബ്ദം കേട്ട് ചന്തു തിരിഞ്ഞു നോക്കി. അച്ഛനോട് ക്ഷമിക്കൂ മോനെ. മാസ്റ്ററുടെ കണ്ട വിടറി. ഒരു വലിയ ബന്ധത്തിന് മോഹിച്ചു അച്ഛൻ. എത്താത്ത കൊമ്പ് കയ്യാട്ടി വിളിച്ചപ്പോൾ മുമ്പിൽ നോക്കാതെ അച്ഛൻ എടുത്തു ചാടി. മാറ്റക്കല്യാണത്തിൻ്റെ ദോഷങ്ങൾ എടുത്തു പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തിയവർ നിരവധിയാ. ഷാരടി മാഷും പത്മാവതി ടീച്ചറും ഒക്കെ പല ആവർത്തി ഗുണദോഷിച്ചിരുന്നു. ഒരു IAS കിട്ടുമെന്നായപ്പോൾ ഞാൻ ആരുടെയും വാക്ക് കേട്ടില്ല. ഇന്നിപ്പോൾ അവരെല്ലാവരും എന്നെ മനസ്സുകൊണ്ട് പരിഹസിക്കുന്നുണ്ടാവും. പക്ഷെ അതിലെനിക്ക് വിഷമമല്ല. അച്ഛൻ്റെ അതിമോഹം മൂലം നിൻ്റെ ജീവിതം നാശമായല്ലോ മോനെ. അതിലേയുള്ളൂ പ്രയാസം. അച്ഛൻ വിഷമിക്കേണ്ട. എനിക്കൊരു പ്രയാസവുമില്ല. എന്നാലും നന്ദൻ ഇങ്ങനൊരു ചതി കാട്ടിയില്ലോ നമ്മളോട്. അവനെ ഞാൻ നിന്നേക്കാൾ വിശ്വസിച്ചു. ഒരു സൂചന എനിക്ക് തരാമായിരുന്നു ഈ കുട്ടിയുടെ അസുഖത്തെക്കുറിച്ച്. രോഗികൾക്കും ജീവിതം വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാനും. ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ നിന്നോട് ആരാഞ്ഞേനെ. അറിഞ്ഞോണ്ടാവുമ്പോൾ ഒരു സമാധാനമുണ്ടല്ലോ. ഇതിപ്പോൾ വഞ്ചിക്കപ്പെട്ടതില്ല. ആരും ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല. ചന്തു അറിയിച്ചു. എന്ന് വെച്ചാൽ? മാസ്റ്റർ മകനെ നോക്കി. നന്ദൻ നിന്നോട് പറഞ്ഞിരുന്നോ കല്യാണിയുടെ അസുഖത്തെക്കുറിച്ച്? ഉവ്വ്. ചന്തുവിൻ്റെ മുഖം കുനിഞ്ഞു. നന്ദേട്ടനെ രക്ഷിക്കാൻ ഒരു കള്ളം. അച്ഛന് നന്ദേട്ടനോട് പിണക്കം തോന്നിയാലും അതും ഓപ്പോളെ ആയിരിക്കും ബാധിക്കുക. ഓപ്പോൾ കരയേണ്ടി വന്നാൽ പിന്നെ ത്യാഗത്തിന് എന്തു ഫലം? നിന്നോട് മാത്രമായി പറഞ്ഞു അല്ലേ? ചന്ദ്രമാഷ്ട സ്വരം ഉയർന്നു. അപ്പം ഞാൻ ആരുമല്ലേ നിന്റെ കാര്യത്തിൽ? അച്ഛൻ ആരുമല്ലാഞ്ഞിട്ടല്ല. ചന്തുവിൻ്റെ സ്വരം വിറച്ചു. ഓപ്പോൾക്ക് വേണ്ടി, എൻ്റെ ഓപ്പോൾക്ക് വേണ്ടി. ഞാൻ കല്യാണി വിവാഹം ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഓപ്പോൾ ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നു. നിൽക്കട്ടെ. മാസ്റ്റർ പല്ല് ഞെരിച്ചു. കല്യാണം കഴിച്ച് അയച്ചുവെന്ന് വെച്ച് എൻ്റെ കുട്ടിയെ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അവൾക്ക് എന്നും ഈ വീട്ടിൽ സ്ഥാനമുണ്ട്. അഭിമാനത്തോടും സന്തോഷത്തോടും ഭർത്തൃഗൃഹത്തിൽ നിൽക്കാനാവില്ലെങ്കിൽ അവൾ ഇവിടെ വന്ന് നിൽക്കും. മാതാപിതാക്കൾക്ക് വേണ്ടാത്ത മക്കൾ അന്യൻ്റെ അടിമകളാവേണ്ടി വരുന്നത്. ഒന്ന് പതുക്കെ. വിലാസിനിയമ്മയും മുറിയിലെത്തിക്കഴിഞ്ഞു. ആ കുട്ടി കേൾക്കട്ടെ. ചന്ദ്രമാഷു പറഞ്ഞു. എൻ്റെ ഓപ്പോൾ സന്തോഷമായി ഭർത്തൃഗൃഹത്തിൽ കഴിയുകയാണിപ്പോൾ. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഒരു വിഷമവുമില്ല. രോഗം പൊറുക്കാം. മാഷ് സമ്മതിച്ചു. പക്ഷേ ആ കുട്ടിയുടെ പ്രത്യേക പെരുമാറ്റവും സംസാരവും. മാഷ് വാചകം പകുതിയിൽ നിർത്തി. എനിക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ലച്ചാ. അതുപോലെ കല്യാണിയെ എനിക്കിഷ്ടമാണ്. അവളോടൊന്നിച്ചുള്ള ജീവിതവും എനിക്കിഷ്ടമാണ്. പറഞ്ഞിട്ടവൻ മുറി വിട്ടുപോയി. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. വിലാസിനിയമ്മ ഭർത്താവിനോട് അപേക്ഷിച്ചു. ആ കുട്ടിയെക്കുറിച്ച് അങ്ങും ഓർക്കണം. അല്പം എടുത്തുചാട്ടമുണ്ടെങ്കിലും സാധുവാണെന്ന് എനിക്ക് തോന്നണത്. അല്ലെങ്കിലും നമ്മൾ സഹിക്കണ്ടേ? പിന്നെ അസുഖം അതാർക്കും വരാം. നമ്മുടെ കുട്ടികൾക്കും വരാം. ഇനിയും വന്നുകൂടായികയില്ല. മാസ്റ്റർ ധർമ്മസങ്കടത്തിൽ ഭാര്യയെ നോക്കി. നീ വിചാരിക്കും പോലെ ചന്തുവിന് നല്ല വിഷമമുണ്ട്. എന്നെ സമാധാനിപ്പിക്കാനവൻ. എങ്കിൽ നമ്മൾ അവനെയും സമാധാനിപ്പിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഉള്ള സഹനം കൂടി കെടുത്തിയാലോ? എന്നാലും നന്ദൻ ചെയ്ത ചതി എനിക്കത് അങ്ങോട്ട് പൊറുക്കാൻ കഴിയണില്ല. ഒത്തുതീർപ്പാക്കാനും പൊറുക്കണം. വിലാസിനിയമ്മ പറഞ്ഞു. ഒത്തുതീർപ്പാക്കണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ഗൗരിക്കും ചന്തുവിനും വേണ്ടി മാത്രമല്ല, നന്ദനും കല്യാണിക്കും കൂടി വേണ്ടിയിട്ട്. അവരും നമ്മുടെ കുട്ടികളാണ്. അവർക്ക് നമ്മളല്ലേ ഉള്ളൂ. മാസ്റ്ററുടെയും ഭാര്യയുടെയും കണ്ണുകൾ വീണ്ടും സന്ധിച്ചു. മാഷിൻ്റെ മുഖം കുനിഞ്ഞു. ചന്തു കിടക്കറയിൽ എത്തുമ്പോൾ കല്യാണി തലയിണയിൽ മുഖം ചേർത്ത് ഏങ്ങലടിക്കുകയാണ്. ചന്തു അവളുടെ ശിരസിൽ തലോടി. സാരമില്ല, ഒന്നും സാരമില്ല. പെട്ടെന്ന് കല്യാണി പിടഞ്ഞെഴുന്നേറ്റ് ചന്തുവിൻ്റെ പാദങ്ങളിൽ തൊട്ടു. ചന്തുവേട്ടൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചൂടോ? ചന്തു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒപ്പം ഇരുത്തി. ഞാൻ പറഞ്ഞില്ലേ ഒന്നും സാരമില്ലെന്ന്. ചന്തുവേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ? ദീനമായിരുന്നു ആ ചോദ്യം. ചന്തുവിനെ അത് വല്ലാതെ നോവിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കല്യാണിയെ നെഞ്ചോടമർത്തിക്കൊണ്ട് അവൻ അറിയിച്ചു. ഒരിക്കലുമില്ല, ഒരിക്കലും. നീ എൻ്റേതാ, ഞാൻ നിൻ്റേതും. അമ്മയെ ഞാൻ അങ്ങനെ വിളിച്ചത് തെറ്റായിപ്പോയി. ചന്തുവിൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് അവൾ വിങ്ങിപ്പൊട്ടി. ദേഷ്യം വരുമ്പോൾ ചെറിയമ്മയെ അങ്ങനെ വിളിക്കുമായിരുന്നു. ആ ഓർമ്മയിലാണ് ഞാൻ. സാരമില്ല, അമ്മ അതൊക്കെ മറന്നിരിക്കണു. നിൻ്റെ ചെറിയമ്മയുടെ മറ്റൊരു പതിപ്പാണ് എൻ്റെ അമ്മ. എന്നാലും അമ്മയോട് ഞാൻ മാപ്പ് പറഞ്ഞിട്ട് വരാം. അതൊക്കെ ഇനി നാളെ മതി. മാപ്പ് പറയുന്നതിലും ഭംഗി കുറ്റം ആവർത്തിക്കാതിരിക്കുന്നതാ. ചെറിയമ്മയെ പോലും അങ്ങനെ വിളിക്കാൻ പാടില്ല. അമ്മയും തള്ളയും തമ്മിൽ അർത്ഥത്തിലേ സാമ്യമുള്ളൂ, ഭാവത്തിന് അജഗജാന്തരമുണ്ട്. അങ്ങനെയൊന്നും വിളിക്കരുതെന്ന എൻ്റെ ആഗ്രഹം. പക്ഷേ
ഞാൻ അറിയാതെ ചിലപ്പോൾ ഓരോന്ന് നാവിൽ വന്ന് വീണ് പോണതാണ്. ഞാൻ എന്തേ ഇങ്ങനെയായി എന്ന് എനിക്ക് അറിയണേയില്ല. ചന്തുവേട്ടാ. ചന്തുവിന് അവളോട് ശരിക്ക് സഹാനുഭൂതി തോന്നി. പിറ്റേന്ന് രാവിലെ പ്രാതലിൻ്റെ നേരത്ത് കല്യാണിയുടെ പ്ലേറ്റിൽ ഇഡ്ഡലി വിളമ്പും മുമ്പ് വിലാസിന് തിരുക്കി. മോൾക്ക് ഇഡ്ഡലി വിളമ്പാലോ ഇല്ലേ? കല്യാണി പുഞ്ചിരിയോടെ തലയാട്ടി. ചട്നി വേണോ സാമ്പാർ വേണോ? വീണ്ടും അന്വേഷണം. അമ്മ തരണതെന്തും കല്യാണി അറിയിച്ചു. അമ്മ എന്നോട് പിണങ്ങരുതെന്നേയുള്ളൂ. അമ്മമാർ മക്കളോട് പിണങ്ങാറില്ല മോളെ. വിലാസിനി അമ്മയുടെ ശബ്ദം പതറി. നല്ല അമ്മമാർക്ക് അതിന് കഴിയില്ല. അങ്ങനെ 4 നാളുകൾ. ചന്തുവിന് ഭീതി ഉണ്ടായിരുന്നു. എന്നാൽ കല്യാണി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അമ്മയെ സഹായിക്കാൻ അവൾ അടുക്കളയിൽ കയറണമെന്നും ഭക്ഷണ സമയത്ത് അമ്മയോടൊപ്പം വിളമ്പണമെന്നും ചന്തുവിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കല്യാണി തമാശയ്ക്ക് പോലും അടുക്കളയിൽ കടന്നില്ല. ഊണുമുറിയിൽ എത്തിയത് ഭക്ഷണം കഴിക്കാനായി മാത്രവും. അക്കുത്തിക്കുത്ത് ആനവരമ്പേ കല്ലേ കുത്ത് കളിച്ചും കടം കഥ പറഞ്ഞു അവൾ ചന്തുവിനോടൊപ്പം കൂടി. ഞെട്ടില്ല വട്ടയില്ല. എന്താ ചന്തുവേട്ടാ? ചന്തുവിന് മുഷിഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും ഒരു അറ്റാക്കിന് ഭയമുള്ളതുകൊണ്ട് അവൻ സഹിച്ചു. 4-ാം നാൾ കല്യാണിയുടെ വീട്ടിലേക്ക് പുറപ്പെടാറായി. കല്ലു, ദാ ഈ സാരി എടുക്കുക. ചന്തു ഭംഗിയുള്ളൊരു കോട്ട സാരി എടുത്ത് അവളെ ഏൽപ്പിച്ചു. ഭർതൃഗൃഹത്തിലെ 3 ദിനങ്ങളിലും അവൾ ധാവണി ചുറ്റിയാണ് നടന്നിരുന്നത്. കൊണ്ടുപോകാനുള്ള ബാഗുകളും പെട്ടികളും ഒതുക്കിയ ശേഷം മുറിയിലെത്തിയ ചന്തു സ്തബ്ധയായി നിന്നുപോയി. സാരി എന്ന വസ്ത്രവിശേഷം എത്ര വികൃതമായി ശരീരത്തിൽ ഉറപ്പിക്കാമോ ആ വിധമാണ് കല്യാണി ഉടുത്തിരിക്കുന്നത്. ചന്തുവിൻ്റെ നോട്ടം അവൾക്ക് ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ഇഷ്ടമല്ലാന്ന്. പടപടാന്ന് ഞൊറിയിടാനും പറ്റില്ല, ചുറ്റാനും പറ്റില്ല. വല്ല ധർമ്മക്കാർക്കും കൊടുക്കേ തരമുള്ളൂ. നോവൽ നാളെ തുടരും.